കാരത്തിക്കിളിക്കുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷേട്ടനാണെങ്കിൽ നമ്മൾ നിധിക്ക് ഹോസ്റ്റലിൽ സൈനൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഇറങ്ങി ഇങ്ങനെ നമ്മൾ സുഭാഷേട്ടൻ ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ സുഭാഷേട്ടനെയൊക്കെ നമ്മൾ നിധി കാണുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിധി അടുത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ആണെങ്കിൽ ഒരു ഏട്ടനെയും രണ്ട് അനിയന്മാരും ഉണ്ട്, മോൾ ഒറ്റപ്പെട്ടെന്നൊന്നും മോൾ വിചാരിക്കേണ്ടതൊക്കെ നമ്മൾ നിധി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നിധിയടുത്ത് പറയുന്നുണ്ട്, നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ സുഭാഷ്. അപ്പം പിന്നെ നമ്മളെ സുഭാഷിൻ്റെ കയ്യിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് നിധിയുടെ കൈ കൊടുക്കുന്ന സമയത്ത് നിധിയാണെങ്കിൽ വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോളെ വാങ്ങിക്കുക, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധിയുടെ കയ്യിലാണെങ്കിൽ പൈസയൊക്കെ സുഭാഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോളത് തെറ്റായിട്ട് എടുക്കത്തില്ലെങ്കിൽ മോളാണെങ്കിൽ സുധീഷിനെ ഒന്ന് വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് വൃത്തികെട്ടവനൊന്നുമല്ല മോളെ. അവൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീട്ടിലെ അമ്മയില്ലാതെ വളർത്തിയ കുട്ടികളില്ലേ, ഞാൻ വളർത്തിയ കുട്ടികളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയല്ല മോളെ, പക്ഷേ മോൾ ഉള്ളതുകൊണ്ടെങ്കിലും അവൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും മോൾ അകത്ത് കയറി പൊയ്ക്കോ, മോൾ പോയതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളതെന്നൊക്കെ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. സുഭാഷ് ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ എല്ലാവരും നമ്മളെ സുഭാഷിനെ കാത്തിട്ടാണെങ്കിൽ ഇവിടെ പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നിധി വന്നില്ലേ, അവൾ വരുമെന്ന് ഞാൻ തിരിച്ച് വരുമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, അവളെന്താ കണ്ണ് കുത്തി കളിയാണോ കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെ അവൾ ഇവിടുന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷിനെ നിർബന്ധിക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷിനെ പറയുന്നുണ്ട്, അവളാണെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് അവൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, പോകരുതെന്ന് പറയരുതെന്ന് മാത്രമേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളിവിടെ നിൽക്കണമെന്നുള്ളത് നമ്മളെ മാത്രം ആവശ്യമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവളെ മര്യാദയായിട്ടാണ് ഞാൻ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് നേരെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ തന്നെ അവൾക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അവൾക്ക് ഇവിടെ ആരെങ്കിലും വിട്ട് അവൾക്ക് സാധനങ്ങളൊക്കെ എടുപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവൾ അങ്ങനെയല്ല അവൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവളൊരു ഏട്ടനെ കണക്കാണ് എന്നെ കണ്ടത്, ഇവരെ അവൾ അനിയന്മാരെ കണക്കാണ് അവൾ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിന്നെ അവൾ അങ്ങനെയല്ല കണ്ടത്, പക്ഷേ ആ ഒരു സമയം പോലും നീ അവൾക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ സുഭാഷാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. സുധീഷിൻ്റെ മനസ്സ് മൊത്തം കുറ്റബോധം കൊണ്ട് വിങ്ങി പൊട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷാണെങ്കിൽ എല്ലാവരും പോയതിന് ശേഷമാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അവർ കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നികേഷ് ആണെങ്കിൽ നമ്മളെ സുഭാഷേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, തീ ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരത്തില്ലായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കാരണം സുധീഷ് ചേട്ടനാന്ന് പറയുന്ന സമയത്ത് നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, അത് അവരെ കാര്യമാണ്, അത് നീ അതിനകത്ത് ഇടപെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുധീഷിനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടെന്നില്ല, അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ കിടന്നുറങ്ങിക്കുമോ എന്നൊക്കെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീയാണെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ സുധീഷാണെങ്കിലും നിധിയായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ സുധീഷ് ഇരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നികേഷാണെങ്കിലും സുഭാഷ് ചേട്ടനെ ആണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ നിധി ഹോസ്റ്റലിൽ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം നിധിക്കാണെങ്കിൽ അവിടുത്തെ ചായയൊന്നും ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ ചായയൊക്കെ ഒരുപാട് മിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നിധിക്കാണെങ്കിലും. നമ്മൾ നിധിയാണെങ്കിൽ ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഭാസ്കരൻ അവിടെ സൈക്കിളായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നിധിയാണെങ്കിൽ ഇറങ്ങി ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ ഹോസ്റ്റൽ ഇവിടെ ആയിരുന്നല്ലേ, ഞാനാണെങ്കിൽ ഒരുപാട് വട്ടം സുഭാഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എത്രയും രാവിലെ ഇവിടെ എന്താണെന്ന് ചോദിക്കും. അപ്പം ഈ സമയത്തൊന്നും ഉറക്കം എണീക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.